ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ആമിനയുടെ കാര്യമായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും വൃത്തിനെ കുറിച്ച് പഠിച്ചു, മാനസികവും ശാരീരികവുമായ വൃത്തിനെ കുറിച്ച് പഠിച്ചു നമ്മളല്ലേ? ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ആമിനയുടെ കാര്യം പഠിച്ചു. സ്കൂൾ വിട്ട് എന്തൊക്കെ ചെയ്യും, വന്നാൽ എന്തൊക്കെ ചെയ്യുന്നു അല്ലേ? ആദ്യത്തെ അമ്മയും ഗോപിയും സംസാരിച്ചത് രാവിലെ പോകുന്ന കാര്യമായിരുന്നു. അപ്പോ പിന്നെ ആമിന വന്ന് സ്കൂളെല്ലാം വിട്ട് വന്നാലുള്ള കാര്യങ്ങളും പറഞ്ഞു അല്ലെ? അപ്പൊ നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങളായി. അപ്പൊ അത് മക്കൾക്ക് വായിക്കാൻ പറ്റുമോ? നമ്മൾ വായിച്ചില്ലല്ലോ ആ പാഠം. അല്ല, അടുത്തതിലേക്ക് പോവുകയാണോ വേണ്ടത്? ആർക്കെങ്കിലും അത് വായിക്കാം? വൃത്തി എന്ന ആ പാഠത്തിന്റെ പാട്ട് വായിക്കാൻ പറ്റുമോ? ആരും വായിപ്പിച്ചില്ലല്ലോ മിസ്. ആരാ വായിക്കുന്നത് ഇന്നത്? വൃത്തി. ഓക്കെ, ഇവിടെ അലനാണ് കൈബന്ധിക്കുന്നത്. വായിച്ചു. എല്ലാരും വായിക്കണേ, ശ്രദ്ധിക്കണം വായിക്കുന്ന സമയത്ത്. അൺമ്യൂട്ട് ചെയ്തേ മോനെ. കേക്കുമാറാകണം പാവമാമെന്നെ നീ കാക്കുമാറാകണം. നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം, നല്ല വാക്കൊതുവാൻ ത്രാണിയുണ്ടാകണം, കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം അല്ലേ? ഓക്കെ, നെക്സ്റ്റ് സംഭാഷണം വായിക്കാനാവോ അലനെ? ഗോപി കേൾക്കുന്ന കുറച്ച് കുറവാണല്ലോ. നേരം വെളുത്തു. ഗോപി: അമ്മേ, ഞാൻ എഴുന്നേറ്റു പല്ല് തേക്കുകയാണ്. അമ്മ: നഖം മുറിക്കാൻ മറക്കല്ലേ. ഗോപി: നഖം മുറിച്ചു കഴിഞ്ഞു, ഞാൻ കുളിച്ചിട്ട് വരാം. അമ്മ: ഗോപി, നിന്റെ വസ്ത്രം അലക്കി വെച്ചിട്ടുണ്ട്. ഗോപി: ശരി അമ്മേ, ഞാൻ പുസ്തകം സഞ്ചിയിൽ എടുത്തു വെക്കട്ടെ. അമ്മ: വേഗം പുറപ്പെട്ടോളൂ, അപ്പു മുറ്റത്ത് കാത്തു നിൽക്കുന്നു. ഓക്കെ, അപ്പോ അടുത്ത ആർക്കെങ്കിലും അത് വായിക്കാൻ പറ്റുമോ? അതുവരെ നെക്സ്റ്റ് റിച്ചാർഡ് വായിക്കും. റിച്ചാർഡ് വായിച്ചോ. വൃത്തി. ദൈവമേ, കൈ തൊഴ കേൾക്കുമാറാകണം, പാവമം എന്നെ നീ കാക്കുമാറാകണം, നല്ല കാര്യങ്ങൾ പ്രേമമുണ്ടാകണം, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം, കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം. സംഭാഷണം. അമ്മ: ഗോപി, എഴുന്നേൽക്കൂ, നേരം വെളുത്തു. ഗോപി: അമ്മേ, ഞാൻ എഴുന്നേറ്റു പല്ലു തേക്കുകയാണ്. അമ്മ: നഖം മുറിക്കാൻ മറക്കല്ലേ. ഗോപി: നഖം മുറിച്ചു കഴിഞ്ഞു, ഞാൻ കുളിച്ചിട്ട് വരാം. അമ്മ: ഗോപി, നിന്റെ വസ്ത്രം അലക്കി വെച്ചിട്ടുണ്ട്. ഗോപി: ശരി അമ്മേ, ഞാൻ പുസ്തകം സഞ്ചിയിൽ എടുത്തു വെക്കട്ടെ. അമ്മ: വേഗം പുറപ്പെട്ടോളൂ, അപ്പം മുറ്റത്ത് ഇതിന്റെ മിസ്റ്റേക്ക് ആണോ? വായിച്ചോ, കഴിഞ്ഞോ അതുവരെ? നെക്സ്റ്റ് ആരാ വായിക്കുന്നത്? ഷഹ്ബറ വായിച്ചോ. മിസ്സേ, ഏതാണ് പാഠം? സംഭാഷണം വായിക്കട്ടാ. വൃത്തി എന്ന പാഠം 11 വൃത്തി. അതല്ലേ നമ്മളിപ്പോ പഠിക്കുന്നത്. നല്ല വൃത്തി എന്ന പാഠം പാട്ട് വായിച്ചേ. ആ പോയം
ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം. ദൈവമേ കൈതൊഴാം കേൾക്കുമാർ വേണം. പാവമാമെന്നെ നീ കാക്കുമാറാകണം. നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം. നല്ല വാക്കുകൾ ഉണ്ടാകണം. ഉണ്ടാകണം. കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം. സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം. All of you listen. ഒന്നുകൂടി മിസ് അത് പാടാ. ആരും പഠിച്ചില്ല അല്ലേ പാട്ട്? ഒന്നുകൂടി പാടാം. പാഠം 11 വൃത്തി. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം. പാവമാമെന്നെ നീ കാക്കുമാറാകണം. നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം. സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം. മനസ്സിലായില്ലേ പാട്ട് നിങ്ങൾക്ക്? എന്താ ആരും വായിച്ചില്ലേ വീട്ടിന്ന്? ഒന്നുകൂടി ഞാൻ വായിക്കാം, ശ്രദ്ധിക്കുക. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം. പാവമാമെന്നെ നീ കാക്കുമാറാകണം. ആദ്യത്തിൽ എന്താണ്? ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം. പാവമാമെന്നെ നീ കാക്കുമാറാകണം. നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം. സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം. അതാണ് ലൈൻ. എന്താണ് ആദ്യത്തെ ലൈൻ പറഞ്ഞത്? ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം. പഠിച്ചു ആ ലൈൻ? ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം. പാവമാം എന്നെ നീ കാക്കുമാറാകണം. മിസ് അത് പലവട്ടം പറഞ്ഞു തന്നെയാണ്. എന്താണ് പറഞ്ഞത് ദൈവത്തിനോട്? ദൈവമേ കൈതൊഴാം ഞാൻ. എന്തിനാ? കേൾക്കുമാറാകണം. എന്തൊക്കെ എന്റെ പരാതികള് കേൾക്കുമാറാകണം. എന്തിനുള്ളതാണ്? എന്നാ പറഞ്ഞേ? കേൾക്കുമാറാകണം എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? പാവമായ എന്നെ നീ കാക്കുമാറാകണം. അതാണ് ആദ്യത്തെ രണ്ടില്. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം. പാവമാം എന്നെ നീ കാക്കുമാറാകണം. പഠിച്ചോ? 2 ലൈൻ ബൈഹേർട്ടായോ? ഇത് തന്നെ വൈകുന്നേരം പ്രാർത്ഥിച്ചാൽ മതി നിങ്ങള്. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം. പാവമാമെന്നെ നീ കാക്കുമാറാകണം. നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. എന്താണ് മൂന്നാമത്തെ ലൈൻ? നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം. പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്നേഹം അല്ലേ? നല്ല കാര്യങ്ങളിൽ എനിക്ക് എന്തുണ്ടാവണം എന്നാ ഉണ്ടാക്കി തരണം എന്നാ പറഞ്ഞേ? സ്നേഹം ഉണ്ടാകണം. ചീത്ത കാര്യങ്ങളിലേക്ക് ഞാൻ പോകാതെ നല്ല കാര്യങ്ങളില് സ്നേഹിക്കാൻ പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പോ നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. എന്താ പറഞ്ഞത്? നാലാമത്തെ ലൈനില് നല്ല വാക്ക് ഓതുവാൻ. ഓതുക എന്ന് പറഞ്ഞാൽ പറയുക. മീനിങ് എന്താണ്? ഓതുക, പറയുക.
അപ്പൊ നല്ല വാക്ക് പറയുവാൻ എനിക്ക് ശക്തി തരണമേ ദൈവമേ. അപ്പൊ എന്തൊക്കെയാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, ഞാൻ നിന്നിൽ കൈ തൊഴുന്നു. എന്തിനു വേണ്ടിയാ? പാവമായ എന്നെ നീ കാക്കുമാറാകണം. കാക്കു പറഞ്ഞാൽ രക്ഷിക്കുക അല്ലെ, അപകടങ്ങളിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കണമേ. പിന്നെന്താ പറഞ്ഞത്? നല്ല കാര്യങ്ങളില് പ്രേമം ഉണ്ടാകണം. എനിക്ക് നല്ല കാര്യത്തിൽ മാത്രം സ്നേഹം ഉണ്ടാവുകയും മോശമായ കാര്യങ്ങളിലേക്ക് എന്നെ വലിച്ചു വെക്കാതിരിക്കുകയും ചെയ്യണേ. പിന്നെന്താ പറഞ്ഞേ? നല്ല വാക്കോതുവാൻ ത്രാണി ഉണ്ടാകണം. എനിക്ക് ശക്തി ഉണ്ടാവണം. എന്തിന്? നല്ല വാക്ക് പറയാൻ. ഓതുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പറയുക. അപ്പൊ നല്ല വാക്ക് മാത്രം എനിക്ക് എന്റെ വായിൽ നിന്ന് വരാൻ എനിക്ക് ശക്തി നൽകണമേ ദൈവമേ എന്നാണ് പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? 4 ലൈൻ കഴിഞ്ഞു. ഇനി എന്താ പറഞ്ഞ? 5ാമത്തെ ലൈനിൽ എന്താ പറയുന്നത്? കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം. കൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടല്ലേ ചെയ്തു തീർക്കാൻ. ഇല്ലേ? നിങ്ങൾക്കും ഉണ്ട് ഒരുപാട്. എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു, രാവിലെ എഴുന്നേൽക്കണം, പല്ല് തേക്കണം, കുളിക്കണം, സ്കൂളിൽ പോകണം, പഠിക്കണം, ഒക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ, കളിക്കണം. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ എനിക്ക് എന്ത്? അതിലെനിക്ക് ശ്രദ്ധയുണ്ടാകണം അല്ലെ? ശ്രദ്ധയില്ലാതെ ഇങ്ങനെ അലസമായി നടക്കാൻ എനിക്ക് എന്നെ ആക്കരുതേ. അപ്പൊ എന്ത് ചെയ്യണം? എന്റെ കൃത്യങ്ങൾ ഭംഗിയായി ചെയ്യുവാൻ എനിക്ക് ശ്രദ്ധ നൽകണമേ. പിന്നെയോ ലാസ്റ്റ് ലൈനിൽ എന്താ പറയുന്നത്? സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം. അപ്പോ സത്യം മാത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കാനും ശക്തി തരണമേ, കളവ് പറയാതിരിക്കാൻ. ഓക്കെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? നല്ല മക്കളായി കളവ് പറയാതെ എല്ലാ കാര്യത്തിനും ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അല്ലേ? അപ്പൊ ഒന്നുകൂടി അത് പാടാം. ശ്രദ്ധിക്കണം പാട്ട്. അപ്പൊ പാട്ട് നിങ്ങൾക്ക് വൈകാട്ടാവും. ഓക്കെ. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാവമാമെന്നെ നീ കാക്കുമാറാകണം. നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം, നല്ല വാക്കോതുവാൻ പ്രാണിയുണ്ടാകണം. കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം. മനസ്സിലായോ? ദൈവത്തിനോട് ഇത് നിങ്ങൾ പ്രാർത്ഥിച്ചാ മതി. ഓക്കെ. മനസ്സിലായോ? പഠിച്ചോ എല്ലാവരും? ഒന്നുകൂടി ശ്രദ്ധിക്കണം. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാവമാമെന്നെ നീ കാക്കുമാറാകണം. നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. ത്രാണി പറഞ്ഞ എന്താണ്? ശക്തി അല്ലേ? നല്ല വാക്ക് ഓതുക, പറയാൻ മാത്രം എനിക്ക് ത്രാണി ശക്തി നൽകണമേ ദൈവമേ. പിന്നെയോ കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം. അപ്പോ എന്നെ സത്യം പറയാൻ മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്നാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് അല്ലേ? അപ്പോ എന്ത് ചെയ്യും നിങ്ങൾ എല്ലാവരും? ഇപ്പൊ നമ്മ പറഞ്ഞ പാട്ടിനനുസരിച്ച് ജീവിക്കൂ അല്ലേ? ഓക്കെ. അപ്പോ ഇപ്പൊ എല്ലാവർക്കും അത് ബൈഹാർട്ടായോ? അയ്യോ മക്കളെ, വായിക്കാനായോ ഇപ്പോ? അപ്പോ ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം. പഠിച്ചോ? ഫസ്റ്റ് ലൈൻ ഒന്ന് പാടി എല്ലാവരും മിസ്സിന്റെ കൂടെ. ഒക്കെ വായിക്കണേ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ വായിക്കുന്നുണ്ടോ എന്ന്. ഓക്കെ. അപ്പോ ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാവമാം എന്നെ നീ കാക്കുമാറാകണം. ഓക്കെ. അതുവരെ ക്ലിയർ ആയോ? നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം. പിന്നെന്താ പറയുന്നത്? നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം, കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം, സത്യം പറഞ്ഞിടാൻ
ശക്തിയുണ്ടാകണം. അഫ്രാസേ ശ്രദ്ധിക്കുന്നുണ്ടോ മോനെ? ഓക്കെ. അപ്പോ നെക്സ്റ്റ് അതിലെന്താ പറഞ്ഞത്? സംഭാഷണാണ് അല്ലെ? ആരൊക്കെ തമ്മിലുള്ള സംഭാഷണം അവിടെയുള്ളത്? അമ്മയും ഗോപിയും തമ്മിലുള്ള സംഭാഷണമാണ് അവിടെയുള്ളത് അല്ലെ? അപ്പൊ അമ്മ എന്താ പറയുന്നത്? ഗോപി എഴുന്നേൽക്കൂ, നേരം വെളുത്തു എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഗോപി എന്താ പറയുന്നത്? അമ്മേ, ഞാൻ എഴുന്നേറ്റു, പല്ല് തേക്കുകയാണ്. അപ്പൊ ഗോപി നല്ല മോനാണല്ലേ? എന്താ ചെയ്യുന്നത്? രാവിലെ എഴുന്നേറ്റു. എനിക്ക് എന്ത് ചെയ്യുന്ന? അമ്മ വിളിക്കാനൊന്നും വെയിറ്റ് ചെയ്തില്ല അല്ലെ? അതിനു മുമ്പേ എഴുന്നേറ്റു. എന്നിട്ട് എന്ത് ചെയ്തു? പല്ല് തേച്ചു. അപ്പൊ എന്താ ചെയ്യേണ്ടത് നിങ്ങള്? ഏർലി മോർണിംഗ് എഴുന്നേക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ബ്രഷ് ചെയ്യുക അല്ലെ? പല്ല് തേക്കുക. പിന്നെന്താ പറഞ്ഞത്? അപ്പൊ അമ്മ എന്താ പറയുന്നത്? നഖം മുറിക്കാൻ മറക്കല്ലേ എന്നല്ലേ? അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് നഖം മുറിക്കണം അല്ലെ? എല്ലാ ദിവസവും നഖം മുറിക്കാറുണ്ടോ നിങ്ങള്? ഉണ്ടോ എല്ലാവരും? ഓക്കെ, നല്ല മക്കളാണ് അല്ലെ? രാവിലെ എണീക്കാറുണ്ടോ എല്ലാവരും? ഉണ്ടോ? ഇപ്പം പല്ല് തേക്കാറുണ്ട്. അപ്പൊ നെക്സ്റ്റ് എന്താണ് പറയുന്നത്? അപ്പൊ ഗോപി പറയും, ഞാൻ നഖം മുറിച്ചു കഴിഞ്ഞു, ഞാൻ കുളിച്ചിട്ട് വരാം. അപ്പൊ അമ്മ എന്താ പറയുന്നത്? ഗോപി, നിന്റെ വസ്ത്രം അലക്കി വച്ചിട്ടുണ്ട്. അപ്പൊ ഗോപി എന്താ പറഞ്ഞേ? ശരി അമ്മേ, ഞാൻ പുസ്തകം സഞ്ചിയിൽ എടുത്ത് വയ്ക്കട്ടെ. അപ്പൊ ഞാൻ പുസ്തകമൊക്കെ ബാഗില് റെഡിയാക്കി വെക്കട്ടെ, അത് കഴിഞ്ഞ് വരാം അല്ലെ? അപ്പൊ അമ്മ എന്തു പറഞ്ഞു? വേഗം പുറപ്പെട്ടോളൂ, അപ്പൊ മുറ്റത്ത് കാത്തു നിൽക്കുന്നു. അപ്പൊ സ്കൂളിലേക്ക് എങ്ങനെ പോണം? ധൃതിയിലല്ല പോണ്ടല്ലേ, ലേറ്റ് ആയിട്ടല്ല പോണ്ടേ, വേഗം പോയിക്കോളൂ അല്ലെ? വേഗം പുറപ്പെട്ടോളൂ, ലേറ്റ് ആവാൻ പാടില്ല എന്നാണ് പറയുന്നത് അല്ലെ? അപ്പൊ അതുവരെയുള്ളത് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് എന്താണ് ഉത്തരം കണ്ടെത്താനുള്ളത് നമുക്ക്? ആര് തമ്മിലാണ് സംഭാഷണം? ആരൊക്കെ തമ്മിലായിരുന്നു സംഭാഷണം നടന്നത്? അമ്മയും ഗോപിയും തമ്മിലാണ്. യെസ്. ഓ, എന്തേലൻ വരെ പഠിപ്പിച്ചു. എത്തി. മിസ് ഒന്നുകൂടി പറയണ, ഇതുവരെക്കും വായിക്കാൻ അറിയുന്നില്ല. മക്കൾ ഇത് നല്ലപോലെ വായിക്കണം എല്ലാ മക്കളും. മിസ് ഒന്നുകൂടി അത് പറയാണ്, നിങ്ങൾക്ക് ഒന്നുകൂടി പറയാണ്. കാരണം കുറച്ച് വലിയ പാഠമായതുകൊണ്ട് കുറെ ബുദ്ധിമുട്ട് വരും അല്ലെ? അടുത്ത പാഠത്തിലെത്തുമ്പോ അതേ ചെറുതാണ് കേട്ടോ. അപ്പൊ അടുത്ത പാഠം ഇന്ന് ഏതായാലും നമുക്ക് രാമുവിന്റെ വീട് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ അല്ലെ? ഓക്കെ. അപ്പൊ ആര് തമ്മിലാണ് സംഭാഷണം? അമ്മയും ഗോപിയും തമ്മിലാണ് സംഭാഷണം. എന്താണ് ഐഫുന? എന്താടാ ഐഫുന? ഏത് നിങ്ങൾ നമ്മൾ എഴുതിയില്ലേ മോളെ? എഴുതിയില്ലേ? അതെ അല്ലേ? അതന്നെ ഉത്തരം ഞാൻ ഇപ്പൊ പറയുന്നത്. ആരൊക്കെ തമ്മിലാണ് സംഭാഷണം ഉണ്ടായത്? അമ്മയും ഗോപിയും തമ്മിൽ എഴുതുക. അമ്മയും ഗോപിയും തമ്മിൽ. ഞാൻ ആ ക്ലാസ് നോക്കട്ടെ, ഉണ്ടെങ്കിൽ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഏത് ദിവസത്തെയാണാവോ? അമ്മയും ഗോപിയും തമ്മിൽ കേട്ടോ. ഇവരൊക്കെ അത് എഴുതിയെടുത്താണ് മോളെ. അപ്പൊ ഞാൻ ആദ്യം അതൊന്നുകൂടി എഴുതി തരുമ്പോ അവര് വെറുതെ ഇരിക്കണ്ടേ? ഓക്കെ. അപ്പൊ അമ്മയും ഗോപിയും തമ്മിൽ നിന്നാണ് ഫസ്റ്റ് ഉത്തരം. നെക്സ്റ്റ്, എപ്പോഴാണ് സംഭാഷണം നടക്കുന്നത്? എപ്പോഴാണ്? രാവിലെ. എന്താണ് ഗോപി സഞ്ചിയിൽ എടുത്തു വയ്ക്കുന്നത്? പുസ്തകം. എവിടെയാണ് അപ്പു ഗോപിയെ കാത്തു നിൽക്കുന്നത്? മുറ്റത്ത്. നേരം വെളുത്തപ്പോൾ ഗോപി എന്തെല്ലാം ചെയ്തു? അടുത്തത്. അപ്പൊ നേരത്തെ എഴുന്നേറ്റു, പിന്നെന്താ ചെയ്തത്? പല്ല് തേച്ചു, നഖം മുറിച്ചു, കുളിച്ചു, പിന്നെയോ പുസ്തകം സഞ്ചിയിൽ എടുത്തു വെച്ചു. സമയത്തിന് സ്കൂളിലേക്ക് പുറപ്പെട്ടു. നെക്സ്റ്റ് ആമിനയുടെ പാഠാണ്. അതും നമ്മൾ കംപ്ലീറ്റ് ആയതാണ്. കുട്ടികൾ എന്ത് ചെയ്യണം? നല്ല പോലെ അത് വായിക്കണം.
ഓക്കെ. അപ്പൊ ആദ്യത്തെ ഈ ഒരു നമ്മൾ ഇപ്പൊ ഇന്ന് പഠിച്ച പാട്ട് നല്ല പോലെ പഠിക്കണം. ഓക്കെ, അത് നല്ലൊരു പ്രാർത്ഥനയാണ് അല്ലേ? പഠിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും നിങ്ങൾ അത് പ്രാർത്ഥിച്ചോ. അത് തന്നെ ഒരു നല്ല പ്രാർത്ഥനയാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ബൈഹാർട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ആരെങ്കിലും അത് ബൈഹാർട്ട് ആക്കിയോ? ഓക്കെ, അതെല്ലാം ബൈഹാർട്ട് ആക്കി. അപ്പോ ആമിനയുടേത് ഒന്നുകൂടി മിസ് വായിക്കാം, ശ്രദ്ധിക്കൂ എല്ലാവരും. സ്കൂൾ വിട്ട് ആമിന വീട്ടിലെത്തി. ചായ കഴിച്ച് ലീലയുടെ വീട്ടിൽ കളിക്കാൻ പോയി. ലീല അവളെ കാത്തിരിക്കുകയായിരുന്നു. കളിച്ച് വിയർത്ത് കുളിച്ചാണ് അവൾ തിരിച്ചെത്തിയത്. മുഷിഞ്ഞ ഉടുപ്പുകൾ അലക്കാനിട്ടു. കൈകാലുകൾ തേച്ചു കഴുകി കുളിച്ചു. അലക്കി തേച്ച് അലമാരിയിൽ അടുക്കി വെച്ച ഉടുപ്പ് അണിഞ്ഞു. ഉമ്മയോട് ഭക്ഷണം ചോദിച്ചു. ഉമ്മ ആഹാരം പാകമാക്കുമ്പോൾ അവൾ എഴുതുകയും വായിക്കുകയും ചെയ്തു. ആഹാരം കഴിക്കാനായി എല്ലാവരും ഒന്നിച്ചിരുന്നു. അവൾ ഉമ്മയുണ്ടാക്കിയ അട കഴിച്ചു. കയ്യും വായയും കഴുകി, പല്ല് തേച്ചു, പ്രാർത്ഥിച്ചു, ഉറങ്ങാൻ കിടന്നു. ഉമ്മ അവൾക്ക് കഥ പറഞ്ഞു കൊടുത്തു. കഥ കേട്ട് കേട്ട് അവൾ ഉറങ്ങിപ്പോയി. അല്ലെ? അത് നമ്മള് ഓൾറെഡി പറഞ്ഞു കാണും. അപ്പോ നെക്സ്റ്റ് പേജിൽ എന്താ പറയുന്നത്? ആമിനയെ കളിക്കാൻ കാത്തിരുന്നത് ആര്? ആരായിരുന്നു? ലീല. അലക്കി തേച്ച ഉടുപ്പ് അടുക്കി വെച്ചത് എവിടെ? എവിടെയായിരുന്നു? അലമാരയിൽ. ഉമ്മ അവൾക്ക് കഥ പറഞ്ഞു കൊടുത്തത് എപ്പോൾ? കിടക്കാൻ നേരത്ത് അല്ലെങ്കിൽ രാത്രിയിൽ. ഓക്കെ. ആമിന കഴിച്ച പലഹാരം എന്ത്? അട. ഓക്കെ. നെക്സ്റ്റ് ചോദ്യവാക്ക് എഴുതാം എന്നാണ്. ആമിനയോടൊപ്പം കളിച്ചത് ആര്? എഴുതിയില്ലേ ഇങ്ങനെ നമ്മള്? ഫിനിഷ് ആണോ എല്ലാവർക്കും അത് ടെക്സ്റ്റില്? അപ്പൊ ആമിനയോടൊപ്പം കളിച്ചത് ആര്? നെക്സ്റ്റ് അല്ലുട്ടയാണ് ലീല. ആമിന കളിക്കാൻ പോയത് എവിടെ? എവിടെയാണ്? ലീലയുടെ വീട്ടിൽ. ആമിന ലീലയുടെ വീട്ടിൽ പോയത് എപ്പോൾ? എപ്പോഴാണ്? സ്കൂൾ വിട്ട് വന്നപ്പോൾ. ആമിന അലക്കാനിട്ടത് എന്ത്? എന്താണ് അലക്കാനിട്ടത്? മുഷിഞ്ഞ വസ്ത്രം അല്ലെ? മുഷിഞ്ഞ വസ്ത്രം. ഇനി നമുക്ക് 12ാമത്തെ പാഠാണ് ഇനി എടുക്കേണ്ടത് അടുത്ത് അല്ലേ? അതിനു മുമ്പായി നിങ്ങൾ ഇത് വായിക്കാൻ പഠിച്ചോന്ന് എനിക്ക് അറിഞ്ഞില്ല. അപ്പൊ വായിപ്പിക്കുമ്പോ ആർക്കും വായിക്കാൻ പറ്റുന്നില്ല. ഇന്ന് 2 പേരല്ലേ വായിച്ചുള്ളൂ. ആർക്കെങ്കിലും വായിക്കാനാവോ? പഠിച്ചോ എല്ലാവരും? ആ പോയം ചൊല്ലാൻ പഠിച്ചോ മക്കളെ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യണം? എല്ലാ മക്കളും അത് നല്ല പോലെ വായിക്കാൻ പഠിക്കണം. ആ പോയെങ്കിലും. ഓക്കെ ട്ടോ? അപ്പോ അതത്രയായി. അപ്പൊ നെക്സ്റ്റിൽ എന്താണ് നമുക്ക് അടുത്ത പാഠത്തിൽ എന്താ പഠിക്കാനുള്ളതെന്ന് അറിഞ്ഞോ? രാമുവിന്റെ വീട് എന്നാണ് പാഠത്തിന്റെ പേര്. ഇത് സിമ്പിൾ ആണ്. നമ്മളിപ്പോ പഠിച്ചത് കുറച്ചൊരു വലിയ വരികളുള്ള പാഠായിരുന്നു. അപ്പൊ ഇത് രാമുവിന്റെ വീട് എന്നാണ് പാഠത്തിന്റെ പേര് അല്ലെ? ആദ്യം എന്താ പറയുന്നത്? രാമുവിന്റെ ചെറിയ വീട് അല്ലെ? ചെറിയ. രാമുവിന്റെ വീട് എങ്ങനെയുള്ള വീടാണ്? ചെറിയ വീടാണ്. നെക്സ്റ്റ് തൊടിയിൽ വലിയ മരം. തൊടിയിൽ എങ്ങനെയുള്ള മരം ഉള്ളത്? വലിയ മരമാണ്. അപ്പൊ ചെറിയ എന്ന പദത്തിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് എന്ത്? എന്താണ് വിപരീത പദം? എതിർലിംഗം ചെറിയ എന്നുള്ളതിന്റെ വലിയ. ചെറിയ വലിയ അല്ലെ? ചെറിയ വലിയ. നെക്സ്റ്റ് തൊഴുത്തിൽ കറുത്ത പശു. കാണുന്നുണ്ടോ നിങ്ങൾ? തൊഴുത്തിൽ കറുത്ത പശു കണ്ടോ? തൊഴുത്തിൽ കറുത്ത പശു കണ്ടോ? ഈ ബുക്കിൽ നമ്മൾ കാണുന്നില്ലേ? പേജ് നമ്പർ 43. ഓക്കെ, ഞാൻ വിചാരിച്ചു നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അതിലാണ് തൊഴുത്തിൽ. തൊഴുത്ത് പറഞ്ഞാൽ എന്താ? പശുവിനെ കിട്ടുന്ന സ്ഥലം അല്ലെ? തൊഴുത്ത്. അപ്പൊ തൊഴുത്തിൽ കറുത്ത പശു. എങ്ങനെയുള്ള പശുവാണ്? കറുത്ത. അപ്പൊ നെക്സ്റ്റ് കണ്ടോ? താഴെ കണ്ടോ? പാടത്ത് വെളുത്ത കൊക്ക്. വെളുത്ത. അപ്പൊ കറുത്ത എന്നുള്ളതിന്റെ എതിർലിംഗം എന്താണ്? ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? വെളുത്ത. കറുത്ത, വെളുത്ത. അലൻ, where are you going?
അലൻ ജോസഫ്. ഓക്കെ. അപ്പോ പാടത്ത് വെളുത്ത കൊക്ക്. ഇപ്പൊ രാമുവിന്റെ വീട്ടിൽ എന്തൊക്കെയാ പറഞ്ഞത്? ഇപ്പോ രാമുവിന്റെ ചെറിയ വീട്. ആ പാടത്തിൽ എന്തൊക്കെയാ പറഞ്ഞത്? തൊടിയിൽ വലിയ മരം, തൊഴുത്തിൽ കറുത്ത പശു, പാടത്ത് വെളുത്ത കൊക്ക്. അപ്പൊ ചെറിയ, വലിയ, കറുത്ത, വെളുത്ത, രണ്ട് കാര്യങ്ങൾ നമ്മളതിൽ പഠിച്ചു അല്ലേ? അപ്പൊ എങ്ങനെയാ വായിക്കണമെന്ന് നോക്കി എല്ലാവരും. രാമുവിന്റെ ചെറിയ വീട്, തൊടിയിൽ വലിയ മരം, തൊഴുത്തിൽ കറുത്ത പശു, പാടത്ത് വെളുത്ത കൊക്ക്. ഓക്കെ, പാടത്തിൽ അയ്യോത്. അപ്പൊ അടുത്ത പേജിൽ എന്താ പറയുന്നുണ്ടോ നിങ്ങള്? മേശപ്പുറത്ത് തടിച്ച പുസ്തകം. അപ്പൊ തടിച്ച എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് അടുത്ത പറയുന്നത്. കൂട്ടിൽ മെലിഞ്ഞ പട്ടി. തടിച്ച, മെലിഞ്ഞ, തടിച്ച, മെലിഞ്ഞ. മുത്തശ്ശിയുടെ നീണ്ട വടി. അപ്പൊ നീണ്ട അതിന്റെ ഓപ്പോസിറ്റ് എന്താ പറയുന്നത്? മുത്തുവിന്റെ ഉരുണ്ട പന്ത് അല്ലെ? ഉരുണ്ട, നീണ്ട. അപ്പൊ താഴെ നമുക്ക് പകർത്തി എഴുതാനുള്ളതാണ്. നമുക്ക് അടുത്ത ദിവസം എഴുതാം അല്ലെ മക്കളെ? നമുക്ക് ഒരുപാടാവൂന്നു. ചെറിയ, കണ്ടോ ഇല്ലേ? പകർത്തി എഴുതാനാണ്. അതന്നെ താഴേക്ക് നമ്മള് പകർത്തി എഴുതണം. ചെറിയ എന്നുള്ളതിന്റെ താഴെ കണ്ടോ ഡേഷ് ഇട്ടിട്ട്? അവിടെ എഴുതണം എന്ത്? ചെറിയ. നെക്സ്റ്റ് വലിയ എന്നുണ്ട്. അതിന്റെ താഴെ എന്ത് എഴുതണം? വലിയ. തടിച്ച എന്നുള്ളതിന്റെ താഴെ എന്ത് എഴുതണം? തടിച്ച. മെലിഞ്ഞ, മെലിഞ്ഞ. നീണ്ട, നീണ്ട. ഉരുണ്ട, ഉരുണ്ട. വെളുത്ത, വെളുത്ത. കറുത്ത, കറുത്ത. അപ്പൊ അതേ കാര്യങ്ങളാണ് ആ താഴെയുള്ള ഡാഷിൽ നിങ്ങൾ എഴുതേണ്ടത്. നോക്കി പകർത്തി എഴുതണം. ഓക്കെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യും? അടുത്ത ദിവസം വരുമ്പോഴേക്ക് പകർത്തി എഴുതുവോ? ഇപ്പൊ എഴുതാൻ പറ്റുമോ? എല്ലാവർക്കും മടിയായോ? ഇന്ന് ഉറക്ക് വന്നോ എല്ലാവർക്കും? ഇല്ല അല്ലേ? നോ. ഓക്കെ. അപ്പൊ ആർക്കും ഉറക്ക് വന്നില്ല അല്ലെ? ചിലവർക്ക് ഒരു ഉറക്ക് തൂക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എനിക്ക് ഉണ്ടോ? കുഞ്ഞു പിള്ളേരല്ലേ? ഉണ്ടോ? ഏകദേശം നമ്മുടെ സമയം ആവാറായി. ഓക്കെ. അപ്പോ ചെറിയ, അതിന്റെ താഴെ എഴുതിക്കോ, പെൻസിൽ കൊണ്ട് എഴുതിക്കോ ചെറിയാന്ന്. നോക്കി എഴുതിയാൽ മതി കേട്ടോ മുക്താസിം. നോക്കി എഴുതിക്കോ. മേലെയുള്ളത് അതേപടി പകർത്തി എഴുതുക വേണ്ട. ചെറിയ. നെക്സ്റ്റ് അടുത്തത് എന്താ എഴുതേണ്ടത്? വലിയ. അയാൻ വിജേഷ് എഴുതുന്നുണ്ടോ മോനെ? ഓക്കെ, എഴുതുന്നുണ്ടല്ലേ. അപ്പൊ വലിയ. അത് കഴിഞ്ഞിട്ട് ഏതാ എഴുതേണ്ടത്? തടിച്ച. എന്താ നീ കുട്ടി? എന്താണ് നീയൊക്കെ പ്രശ്നം? ഒന്നുമില്ലേ? മേശയിൽ തടിച്ച പുസ്തകം. അപ്പൊ നെക്സ്റ്റ് എന്താ എഴുതേണ്ടത്? മെലിഞ്ഞ. നീറ്റിൽ എഴുതണേ മക്കളെ, നീറ്റിൽ എഴുതണം. മെലിഞ്ഞ. എന്തേ ഏബൽ? എഴുതി കഴിഞ്ഞോ മോനെ? ഏബലേ എഴുതിയോ? ഇല്ല, എഴുതിക്കോ. മെലിഞ്ഞ. നെക്സ്റ്റ് നീണ്ട. നീണ്ട. ആരവേ എഴുതുന്നുണ്ടോ? ആരവേ? വീഡിയോ ഓഫ് ആണല്ലോ. റസീൻ യൂസഫ് വീഡിയോ ഓഫ് ആണ്. എഴുതുന്നുണ്ടോ നിങ്ങള്? നെക്സ്റ്റ് ഉരുണ്ട. ഓക്കെ, എഴുതി കഴിഞ്ഞോ? ഗുഡ്. വെളുത്ത, കറുത്ത. അപ്പൊ അത് തന്നെ എടുത്തിട്ട് താഴെ എഴുതണം കേട്ടോ.
ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞോ? എല്ലാ മക്കളും എഴുതി കഴിഞ്ഞോ? അപ്പൊ നമ്മുടെ സമയം കഴിയാറായി കേട്ടോ മക്കളെ. അപ്പൊ എല്ലാ മക്കളും അത് കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത വർക്ക് നമുക്ക് അടുത്ത ദിവസം എഴുതാം കേട്ടോ, അടുത്ത പേജിലത്തെ വർക്ക്. ഓക്കെ, എല്ലാവരും അതുപോലെ തന്നെ നമ്മൾ ഈ പാഠം കുറച്ച് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പഠിച്ച പാഠം ഒന്നുകൂടി വായിക്കണം കേട്ടോ. എല്ലാ മക്കളും വായിച്ചുകൊണ്ടിരിക്കണം. ആ പാഠം 11 വൃത്തി എന്ന പാഠം ആ പദ്യം കാണാതെ പഠിക്കണം. പിന്നെ സംഭാഷണം ഒക്കെ വായിക്കുക. അത് കഴിഞ്ഞ് അതിന്റെ വർക്ക് വായിക്കുക. ആമിന എന്ന ഭാഗം വായിക്കുക, അതിന്റെ വർക്കും വായിക്കുക. ഓക്കെ, ആ ഒരു പാഠം കുറച്ചൊരു നമ്മൾ ഇതുവരെ കൈകാര്യം ചെയ്തത് പോലെയല്ല, കുറച്ചുകൂടി ഒരു വലിയതാണ്. അതുകൊണ്ട് അത് നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ നാളെ ഞാൻ എല്ലാവരും ഇത് കാണാതെ പഠിക്കും ആ പാട്ട്, അല്ലെ നമ്മുടെ പോയം. അപ്പൊ എന്ത് ചെയ്യണം, എല്ലാവരും ബൈ ഹാർട്ട് ചെയ്യണേ. ഓക്കെ ഓക്കെ, ബൈ. Bye. See you. Bye. Bye.